ആത്മഹത്യ വളരെ വലിയ പാപമാണെന്ന് ഇസ്ലാമിൽ ഉറച്ചു വിശ്വസിക്കുന്ന വ്യക്തി, അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തി ഈ അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എത്രത്തോളം നിശബ്ദമായ വേദനകൾ അനുഭവിച്ചിട്ടുണ്ടാവും. എന്തുകൊണ്ട് ഈ വിഷയം കേരളം വേണ്ടത്ര ചർച്ച ചെയ്തില്ല? ചർച്ച ചെയ്യണം. ചർച്ച ചെയ്തൊരു തീരുമാനത്തിലെത്തണം. ഞാനൊരു വീഡിയോ ഞങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി പറയില്ല. ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ട് ഷെയർ ചെയ്യണം. ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് കടക്കണി മൂലം ആത്മഹത്യ ചെയ്ത ബഷീർ ഫൈസി മംഗലാപുരത്തിൻ്റെ കഥയാണ്. വെറും 11,000 രൂപ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ സാലറി. 11,000 രൂപക്ക് ഇന്ന് നമ്മുടെ നാട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല്, വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളും വാങ്ങിക്കഴിഞ്ഞാൽ കഴിയും. ഇന്ന് ഒരു സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ നിർബന്ധമായിട്ട് നമുക്കൊരു 30,000 രൂപകൾ ആവശ്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദന്മാരുടെ അവസ്ഥകളും ചിന്തിച്ച് നോക്കൂ. പള്ളി മോടി പിടിപ്പിക്കാൻ കോടികൾ വേണം, ലക്ഷങ്ങൾ വേണം എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് വേഗം പിരിഞ്ഞു കിട്ടും. പക്ഷേ ഉസ്താദന്മാർക്ക് ഒരു 5,000 രൂപ 2,000 രൂപ സാലറി കൂട്ടണമെന്ന് പറഞ്ഞാൽ 3 വർഷമൊക്കെ എടുക്കും ആ മീറ്റിംഗ് പൂർത്തിയാകാൻ വേണ്ടിയിട്ട്. ഇത്തരത്തിലാണ് നമ്മളെ മഹല്ലുകളുടെ ഓരോരുത്തരുടെ അവസ്ഥ. ഈ പാവപ്പെട്ട ഉസ്താദന്മാർ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് അവർ ആലോചിച്ചാകെ തല പുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഡിമാൻഡ് ചെയ്യാനുള്ള അവസരങ്ങളില്ല. ഈ ഒരു വിഷയം ഈ ഒരു സമയത്തെങ്കിലും നമ്മൾ ചർച്ച ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ട സമസ്ത പോലെയുള്ള സംഘടനകൾ ഇടപെട്ട് ഉസ്താദുമാർക്കൊരു മിനിമം വേതനമാക്കി കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അവരും മനുഷ്യരാണ്, അവർക്ക് മക്കളുണ്ട്, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, അവർക്ക് യാത്ര പോകണമെന്ന് ആഗ്രഹമുണ്ട്, അവർക്കും ജീവിക്കണം. ഇനിയും ഈ വിഷയം മാറ്റിവെക്കാൻ കഴിയില്ല.